ഡൽഹിയിലെ ഇറാനിയൻ എംബസിയിലെ കണ്ടോളൻസ് ബുക്കിൽ ഇന്ത്യ ഒപ്പുവെച്ചു എന്ന ഒരു വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഫൈസൽ ഹംസ വിവരങ്ങളുമായി ചേരുകയാണ്. ഫൈസൽ, ഈ നടപടിയുടെ എന്തുകൊണ്ടാണ് ഈ നടപടി, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? മധു, വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ആയത്തുള്ള അലി ഖമനേയി ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങളായി. പക്ഷേ ഇതുവരെ ഇക്കാര്യത്തിൽ ഇന്ത്യ ഒരു അനുശോചനക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നില്ല, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഇടപെടലുകൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല. അതിൽ പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആക്രമിച്ചിരുന്നു, ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനിടെയാണ് ഇന്ന് ഡൽഹിയിലെ ഇറാനിയൻ എംബസിയിലെത്തി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തന്നെ കണ്ടോളൻസ് ബുക്കിൽ ഒപ്പുവെച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ ഔദ്യോഗികമായ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മടിച്ചു നിന്നു എന്നുള്ള കാര്യമാണ്. അമേരിക്കയെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും തൃപ്തിപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചത്. കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഇന്ത്യക്ക് ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ. അത്തരമൊരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിന് നേരെ അവരുടെ നാട്ടിൽ ചെന്ന് ആക്രമിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുമ്പോൾ ഇന്ത്യ സ്വീകരിക്കേണ്ട നിലപാട് ഇതല്ല എന്നുള്ള രീതിയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. മധു, ശരി, ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്. PR സുനിൽ കൂടി നമ്മളോടൊപ്പം വിവരങ്ങളുമായുണ്ട്. സുനിൽ, അനുശോചനം അറിയിച്ചു ഔദ്യോഗികമായി എന്നതിനപ്പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കമന്റ്? മാധു, എന്തായാലും ഈ വിഷയത്തിൽ ഔദ്യോഗികമായി നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സമാധാനം പുലരണം, സംഘർഷം അവസാനിപ്പിക്കണം, ചർച്ചകളുടെ പാതയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഈ ഇറാനിയൻ എംബസിയിലെ ഈ ഒരു കണ്ടോളൻസ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്നത് പരിശോധിക്കാം. ഏതായാലും ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുത്തപ്പോൾ അതിൽ അനുശോചന സന്ദേശം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി എഴുതിയതിനപ്പുറത്ത് ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് ഏതായാലും ഇന്ത്യ സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ ഒരു സംഘർഷത്തിൽ മാറി നിന്നുകൊണ്ട് പ്രതികരിക്കുക, അതല്ലെങ്കിൽ തന്ത്രപരമായ സമീപനം സ്വീകരിക്കുക എന്നൊരു നിലപാട് തന്നെയാണ് ഇന്ത്യക്കുള്ളത്. നേരത്തെ യുക്രൈൻ റഷ്യ സംഘർഷ സമയത്തും അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധസമയത്തുമൊക്കെ തന്നെ, സംഘർഷ സമയത്തുമൊക്കെ തന്നെ എടുത്തിട്ടുള്ള അതിന് സമാനമായ നിലപാടിനപ്പുറത്തേക്ക് ഏതെങ്കിലും പക്ഷം പിടിച്ചുള്ള നിലപാട് ഏതായാലും ഇന്ത്യ സ്വീകരിക്കുന്നില്ല. ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രമാകുമ്പോഴും ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യത്തിൽ മാറി നിന്നുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കുക, അതിനപ്പുറത്തേക്ക് ഇറാന് വലിയ പിന്തുണ നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ ഏതായാലും പോകുന്നില്ല. ഏതായാലും ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഈ ഒരു കണ്ടോളൻസ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ അനുശോചന സന്ദേശം വിദേശകാര്യ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. പക്ഷേ അപ്പോഴും ഈ വിഷയത്തിലൊക്കെ തന്നെ പരസ്യമായൊരു നിലപാട് പ്രകടിപ്പിച്ചുകൊണ്ട് ഇറാൻ ഒരു പിന്തുണ നൽകുന്ന കാര്യത്തിൽ ഇന്ത്യ ഏതായാലും മുന്നോട്ട് വരില്ല എന്ന കാര്യം ഉറപ്പാണ്. ശരി, PR സുനിലും ഫൈസൽ ഹംസയുമാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയം സംഭവിച്ചിട്ട് ഇത്രയും ദിവസങ്ങളായി ഇതുവരെ ഇന്ത്യയുടേതായിട്ടുള്ള ഒരു നിലപാട് പുറത്തേക്ക് അറിയിച്ചിരുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായിട്ട് അതിൽ ഒരു നിലപാട് അറിയിക്കുകയോ അനുശോചനം അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. വലിയ തരത്തിലുള്ള പരിഹാസവും അതിനൊപ്പം വിമർശനവും രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടായിരുന്നു. അപ്പോഴാണ് നിർണായകമായ ഒരു ചുവടുവെപ്പ്, അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോയ ഇറാനിയൻ കപ്പൽ ആക്രമിക്കപ്പെട്ടു, ഇന്ത്യയുടെ അതിഥിയായിരുന്നു എന്ന് ഇറാനോട് നിലപാടെടുക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിനും കൂടി ആയിരിക്കാം ഒരു പക്ഷേ എന്തായാലും ഇന്ന് ഇന്ത്യയിലെ ഇറാനിയൻ എംബസിയിലെ കണ്ടോളൻസ് ബുക്കിൽ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നു, അനുശോചനം അറിയിച്ചിരിക്കുന്നു ഔദ്യോഗികമായി.